നമസ്കാരം. പശ്ചിമേഷ്യ യുദ്ധത്തിലൂടെ കടന്നു പോകുമ്പോൾ ലോകം അമ്പരപ്പോടെ നോക്കുന്നത് ഇറാന്റെ ആകാശത്തേക്കാണ്. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ പോർവിമാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന F-15E വെടിവെച്ചിട്ട് എന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നപ്പോൾ ഇത് ഇറാൻ എങ്ങനെ സാധിച്ചു എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. കാരണം ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ പൂർണ്ണമായും എല്ലാ സാങ്കേതികവിദ്യയുമൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് F-15 പോലെയുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നത്. ഇതിലൊരു യുദ്ധവിമാനം എങ്ങനെയാണ് ഇറാനെ പോലൊരു രാഷ്ട്രം തകർത്തത് എന്നൊരു ചോദ്യം ബാക്കിയായിരുന്നു. എന്നാലും ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ പുനർവായനയ്ക്ക് വഴിവെക്കുന്നതാണ്. മാത്രമല്ല, ഇറാന്റെ വ്യോമ പ്രതിരോധം പൂർണ്ണമായി തകർക്കപ്പെട്ടുവെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങൾക്കും യുദ്ധക്കളത്തിലെ യാഥാർത്ഥ്യങ്ങൾക്കുമിടയിൽ വലിയൊരു വിടവുണ്ട് എന്ന് പുറത്തുവരുന്ന വാർത്തകളായിരുന്നു ഇതെല്ലാം. ഒരു മാസത്തെ അതിശക്തമായ ആക്രമണങ്ങൾക്ക് ശേഷവും ഇറാൻ പോലൊരു രാഷ്ട്രം അമേരിക്ക പോലെ അത്യാധുനിക യുദ്ധം നടത്തുന്ന ഒരു രാഷ്ട്രത്തോട് കീഴ്പ്പെടാതിരിക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതിനൊപ്പം തന്നെ അമേരിക്കയുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങളെ ഇറാന്റെ ആകാശത്തിലേക്ക് വരുമ്പോൾ വെടിവെച്ചിടാൻ ഇവർക്ക് സാധിക്കുന്നു എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏകദേശം ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു യുദ്ധം തുടങ്ങിയിട്ട്. അതിശക്തമായ ആക്രമണങ്ങൾക്ക് ശേഷവും ഇറാന്റെ ആകാശം ഇപ്പോഴും ഒരു കോൺടെസ്റ്റഡ് സ്പേസായി തുടരുകയാണ്. അതായത് ലോകത്തിലെ വൻ ശക്തികൾക്ക് പോലും വിജയം ഉറപ്പിക്കാനാവാത്ത വിധം വെല്ലുവിളികൾ നിറഞ്ഞ ഒരിടമായി മാറുന്നുണ്ട്. ഇറാന്റെ പ്രതിരോധത്തിന്റെ നട്ടെല്ല് എന്നത് അതിന്റെ വൈവിധ്യമാർന്ന ലെയേർഡ് സംവിധാനമാണ്. ആധുനിക സ്റ്റെൽത്ത് വിമാനങ്ങളെപ്പോലും വെല്ലുവിളിക്കാൻ ഇറാന് സാധിക്കുന്നത് ദീർഘദൂര, ഇടത്തരം, ഹ്രസ്വദൂര പ്രതിരോധ നിരകളുടെ കൃത്യമായ ഏകോപനം കൊണ്ടാണെന്നാണ് അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള നിരീക്ഷകർ പറയുന്നത്. ഇതിൽ ഇറാന്റെ ആയുധ നിർമ്മാണ വൈദഗ്ധ്യത്തിന്റെ അടയാളമായ ബാവർ 373 എന്ന സംവിധാനം നിർണായക പങ്കുവഹിക്കുന്നു. സാധാരണ റഡാറുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരേ സമയം നൂറുകണക്കിന് ദിശകളിലേക്ക് നിരീക്ഷണ തരംഗങ്ങൾ പായിക്കാൻ ശേഷിയുള്ള ഫേസ്ഡ് അറേ റഡാറുകളാണ് ഇതിന്റെ കരുത്ത്. ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ശത്രു വിമാനങ്ങളെയും മിസൈലുകളെയും ഒരു സ്വിച്ച് ഇടുന്ന വേഗത്തിൽ ട്രാക്ക് ചെയ്യാൻ ഇറാന് സാധിക്കും. ഖൊർദാദ് 15 ടൗർ യൂണിറ്റുകൾ കൂടി ചേർന്നതോടെ ആകാശം ഒരു ഉരുക്കുകോട്ടയായി മാറും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. റഷ്യൻ നിർമ്മിത S-300 സംവിധാനങ്ങളും തദ്ദേശീയമായി ഇറാൻ വികസിപ്പിച്ച സാങ്കേതികവിദ്യകളും ചേർത്തുവെച്ചുള്ള ഒരു ഹൈബ്രിഡ് ആർക്കിടെക്ചറാണ് ഇറാൻ പിന്തുടരുന്നത് ഇപ്പോൾ. ഇത് ശത്രുക്കളുടെ ഇലക്ട്രോണിക് ജാമിംഗ് ശ്രമങ്ങളെ ഫലപ്രദമായി ചെറുക്കുന്നുമുണ്ട്. ഒരു കേന്ദ്രീകൃത കമാൻഡ് സെന്റർ തകർന്നാലും ഓരോ യൂണിറ്റും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ശേഷിയുള്ളതാണെന്നതാണ് ഇറാന്റെ ഏറ്റവും വലിയ സുരക്ഷ. ബാവർ 373 സെക്കൻഡ് പോലെയുള്ള പരിഷ്കരിച്ച സംവിധാനങ്ങൾ കൺട്രോൾ റൂമിന്റെ അനുമതിക്കായി കാത്തു നിൽക്കാതെ തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ ശത്രുവിനെ കണ്ടെത്തി ആക്രമിക്കാൻ പ്രാവീണ്യമുള്ളവയാണ്. ട്രക്കുകൾ ഘടിപ്പിച്ച ഇത്തരം മൊബൈൽ യൂണിറ്റുകൾ ഓരോ മിസൈൽ വിക്ഷേപണത്തിന് ശേഷവും സ്ഥാനം മാറുന്നതിനാൽ അവയെ കണ്ടെത്തുക എന്നത് ശത്രുസേനയ്ക്ക് അസാധ്യമായി മാറുന്നുണ്ട്. സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയുടെ വിമാനങ്ങൾ റഡാർ കണ്ണുകളിൽ നിന്നും മറഞ്ഞാലും അവ പുറത്തുവിടുന്ന ഇൻഫ്രാറെഡ് സിഗ്നലുകളും ചൂടും തിരിച്ചറിയാനുള്ള സംവിധാനങ്ങൾ ഇറാൻ വികസിപ്പിച്ചിട്ടുണ്ട്. പഴയ സോവിയറ്റ് കാലത്തെ സംവിധാനങ്ങളും ആധുനിക ഡിജിറ്റൽ സംവിധാനങ്ങളും ഒരേ സമയം ഉപയോഗിക്കുന്നത് ശത്രു വിമാനങ്ങളിലെ സെൻസറുകളെ ആശയക്കുഴപ്പത്തിലാക്കുന്നുമുണ്ട്. ഒരേ സമയം വ്യത്യസ്ത ഫ്രീക്വൻസികളിലുള്ള നൂറുകണക്കിന് സിഗ്നലുകൾ പ്രവഹിക്കുമ്പോൾ അതിലേതാണ് തങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് തിരിച്ചറിയാൻ പൈലറ്റുമാർക്ക് സാധിക്കാതെ വരും. AZLED റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ 200ഓളം കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടുവെങ്കിലും അവശേഷിക്കുന്ന സംവിധാനങ്ങൾ ഇപ്പോഴും ഒരു ഫങ്ഷണൽ ഡിഫൻസീവ് സിസ്റ്റമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. തകർക്കപ്പെടുന്ന കരുതിയിടത്തു നിന്നും ഇറാന്റെ മിസൈലുകൾ വീണ്ടും കുതിച്ചുയരുന്നത് ആഗോളതലത്തിൽ സൈനിക നിരീക്ഷകരെ അമ്പരപ്പിക്കുന്നുണ്ട്. US ഡ്രോണുകൾക്കും ആധുനിക ജെറ്റുകൾക്കും ഏറ്റ ആഘാതങ്ങൾ തെളിയിക്കുന്നത് ഇറാന്റെ പ്രതിരോധ വ്യൂഹം ഇനിയും നിസ്സാരമല്ല എന്ന് തന്നെയാണ്. ട്രംപിന്റെ വാക്കുകളേക്കാൾ ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ ഇറാന്റെ ഗറില്ല മാതൃകയിലുള്ള ആകാശ പ്രതിരോധത്തിന് സാധിക്കുന്നു എന്ന യാഥാർത്ഥ്യവും നമ്മൾ വിസ്മരിച്ചുകൂടാ.